സുൽമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുൽമയെഴുതിയ മിഴികളെ. കോഴിക്കോട് നൂറ്റാണ്ടുകളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ സ്വാഗതം ചെയ്ത തുറമുഖ നഗരം. അറബ് വ്യാപാരികളും പാഴ്സികളും യൂറോപ്യന്മാരും തദ്ദേശീയ സമൂഹങ്ങളും ചേർന്ന് രൂപപ്പെടുത്തിയ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ നാട്. മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സഹവർത്തിത്വം വിളിച്ചോതുന്ന നിരവധി പൈതൃക സ്മാരകങ്ങൾ ഇന്നും ഈ നഗരത്തിൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്നു. കേരളത്തിലെ ഏക പാഴ്സി അഗ്നിക്ഷേത്രമായ പാഴ്സി അഞ്ചുമൻ ബാഗും അറബ് മലബാർ വ്യാപാര ബന്ധങ്ങളുടെ സാക്ഷിയായ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയും നൂറ്റാണ്ടുകളുടെ ആത്മീയ പാരമ്പര്യം പേറുന്ന തളി മഹാക്ഷേത്രവും കോഴിക്കോട് നഗരത്തിൻ്റെ ബഹുസ്വര ചരിത്രത്തിൻ്റെ ജീവനുള്ള അടയാളങ്ങളാണ്. കേരളത്തിലെ ഏക പാഴ്സി അഗ്നിക്ഷേത്രമായ പാഴ്സി അഞ്ചുമൻ ബാഗ് കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മലബാറിൻ്റെ സമ്പന്നമായ വ്യാപാര ചരിത്രത്തിൻ്റെയും മതസൗഹാർദ്ദ പാരമ്പര്യത്തിൻ്റെയും പ്രതീകമാണ് ഈ പൈതൃക കേന്ദ്രം. Zubin's great grandfather came to Calicut in 1899 and started a business here. The Parsis came here as traders. Even their family came here as traders, and we got our surnames also because of the work we did. Their family was into the shipping industry in 1899. That is how they got their surname Marshall. പുരാതന പേർഷ്യയിൽ നിന്നുള്ള സരതുഷ്ട്ര മതവിശ്വാസികളായ പാഴ്സികൾ വ്യാപാര ആവശ്യങ്ങൾക്കായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോടെത്തി. സാമൂതിരിമാരുടെ ഭരണകാലത്ത് അവർ ഇവിടെ സ്ഥിരതാമസമാക്കുകയും സ്വന്തം മതാചാരങ്ങൾക്കായി ഈ അഗ്നിക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു. My mother-in-law used to say that at one time there were more than 300 Parsis in Calicut. But because of trade or whatever family reasons, they all left Calicut slowly and went away. And the only family that literally stayed back were the Marshalls. So today we are only 4 people, 4 Parsis. That's my mother-in-law Katie, Zubin, Jasmine and my younger brother-in-law Farzan. No other Parsis in Calicut. സരതുഷ്ട്ര മതത്തിൽ അഗ്നി പരിശുദ്ധിയുടെയും സത്യത്തിൻ്റെയും ദൈവിക പ്രകാശത്തിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ടുതന്നെ ക്ഷേത്രത്തിലെ വിശുദ്ധ അഗ്നിക്ക് അതീവ പ്രാധാന്യമുണ്ട്. നൂറ്റാണ്ടുകളായി ഈ വിശുദ്ധ അഗ്നി ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. പാഴ്സി വാസ്തുശൈലിയും കേരളീയ നിർമ്മാണ രീതിയും സമന്വയിപ്പിച്ച ലളിതവും മനോഹരവുമായ രൂപകൽപ്പനയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പം ഇതെത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്കാനറിയില്ല. ഞാനുള്ളത് വരെ ഞാൻ കൊണ്ടുനടക്കും. പിന്നെ അതിൽ ഹാൻഡ് ഓവർ ടു ബോംബെ പഞ്ചായത്ത് ആരും. ഇന്ന് പാഴ്സി സമൂഹത്തിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും കോഴിക്കോട് നഗരത്തിൻ്റെ ബഹുസ്വര സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അപൂർവ സ്മാരകമായി പാഴ്സി അഞ്ചുമൻ ബാഗ് ഇന്നും നിലകൊള്ളുന്നു. അറബ് മലബാർ വ്യാപാര ബന്ധങ്ങളുടെ സുവർണകാലത്തിൻ്റെ സാക്ഷ്യമായി നിലകൊള്ളുന്ന ഈ പള്ളി സാമൂതിരിമാരുടെ കാലത്ത് കോഴിക്കോട് ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി വളർന്ന ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നു. കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയുടെ നിർമ്മിച്ച നഹൂദ മിഷ്കാൽ എന്ന അറബിയും മുസ്ലിമുകളും തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തിൻ്റെ സ്മാരകം കൂടിയാണ് കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി. പള്ളിൻ്റെ നിർമ്മാണ കാലത്ത് പള്ളിക്ക് 7 നിലയുണ്ടായിരുന്നു. ഇപ്പോൾ പള്ളിക്ക് 5 നിലയാണുള്ളത്. അപ്പോൾ 700 വർഷം മുമ്പ് ഒരു നില കെട്ടിടം ഇല്ലാത്തൊരവസരത്തിൽ 7 നിലയിൽ ഇത്രയും കൂറ്റം പള്ളി എങ്ങനെ പണിതു എന്ന് തന്നെയാണ് ആദ്യത്തെ അതിശയം. 1510 ജനുവരി 3 അതിൽ അൽബുക്കറിന് ലക്ഷ്യമുണ്ടായിരുന്നു. സാമൂതിരാജാവിൻ്റെ പടയാളികളിൽ ഒരു ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സാമൂതിരാജാവിനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കല്ലാഴി അഴിമുഖത്ത് കൂടി വന്നിട്ട് കോഴിക്കോട് പട്ടണം ആക്രമിച്ചു. ആ വരുന്ന വരവിൽ കണ്ണിക്കണ്ട എല്ലാ മുസ്ലിം പള്ളികളും നശിപ്പിച്ചു. കൂട്ടത്തിൽ വലിയൊരു വിഭാഗം സൈന്യം കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി ആക്രമിക്കാൻ വേണ്ടി കുറ്റിച്ചിറയിലേക്ക് വന്നു. അവർ പള്ളിക്ക് തീവച്ചു. ആ തീവപ്പിലാണ് പള്ളിൻ്റെ 2 നില കത്തിനശേഷി ചരിത്രം രേഖപ്പെടുത്തുന്നത്. സാമൂതിരി രാജാവ് പള്ളി സംരക്ഷിക്കാൻ വേണ്ടി മാത്രം 500ഓളം വരുന്ന നായർ പടയാളികളെ
ഈ ഭാഗത്തേക്ക് യുദ്ധത്തിന് വെച്ചു. അവർ യുദ്ധം ചെയ്തിട്ട് പോർച്ചുഗീസുകാർ ഇവിടുന്ന് ഓടിച്ചു. ആ യുദ്ധത്തിൽ ധാരാളം നായർപ്പടയാളികൾ മരിച്ചു വീണു പള്ളിക്ക് വേണ്ടിയിട്ട്. അതാണ് പള്ളീൻ്റെ യുദ്ധത്തിൻ്റെ ചരിത്രം. സാമൂതിരി രാജാവും മുസ്ലിങ്ങളും തമ്മിലുള്ള നല്ല സൗഹാർദ്ദത്തിൻ്റെ സ്മാരകം കൂടിയും ആണ് പള്ളി ഇന്നും ഭംഗിയായിട്ട് നിലനിൽക്കുന്നത്. പിന്നീട് 1572 പോർച്ചുഗീസുകാർക്ക് ചാലിയത്തൊരു കോട്ട ഉണ്ടായിരുന്നു, ചാലിയം കോട്ട. അത് തകർത്തിട്ട് സാമൂതിരി രാജാവിൻ്റെ പടയാളികൾ തകർത്തിട്ട് അതിൻ്റെ ഉരുപ്പടികൾ കൊണ്ടുവന്നിട്ടാണ് പള്ളി ഈ നിലക്ക് പുനർനിർമ്മാണം ചെയ്തത്. ഇൻഡോ ശരസ്യൻ ശൈലിക്കോ മുഗൾ ശൈലിക്കോ പിടികൊടുക്കാതെ തനതായ കേരള വസ്തുകലാ ശില്പരൂപത്തിലാണ് പള്ളിയുടെ നിർമ്മാണം. അങ്ങനെയാണ് ചരിത്രകാരന്മാർ അതിനെ രേഖപ്പെടുത്തുന്നത്. അപ്പം സ്കെച്ച് അന്നത്തെ തച്ചന്മാർക്ക് ഈ ഒറ്റ സ്കെച്ചേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം അമ്പലിൻ്റെ പള്ളിൻ്റെ പൂമുഖം ഒരേ മാതിരി നിൽക്കണമെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. പരമ്പരാഗത കേരള വാസ്തുശൈലിയാണ് മിഷ്കാൽ പള്ളിയുടെ പ്രധാന പ്രത്യേകത. തടി ഉപയോഗിച്ചുള്ള നിർമ്മാണം, ചരിഞ്ഞ മേൽക്കൂര, മനോഹരമായ കൊത്തുപണികൾ എന്നിവ ഈ പള്ളിക്ക് വ്യത്യസ്തമായ സൗന്ദര്യം നൽകുന്നു. ഗുംബദുകളും മിനാരങ്ങളും ഇല്ലാത്തത് തദ്ദേശീയ വാസ്തുശൈലിയുടെ സ്വാധീനം വ്യക്തമാക്കുന്നു. നൂറ്റാണ്ടുകളായി കോഴിക്കോട് നഗരത്തിൻ്റെ മതസാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായ മിഷ്കാൽ പള്ളി കേരളത്തിലെ മുസ്ലിം പൈതൃകത്തിൻ്റെ അമൂല്യ സ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ ഭരണാധികാരികളാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നാണ് പൊതുവായ വിശ്വാസം. പിന്നീട് കോഴിക്കോട് സാമൂതിരിമാരുടെ ഭരണകാലത്ത് തളി മഹാക്ഷേത്രം കൂടുതൽ പ്രാധാന്യം കൈവരിച്ചു. സാമൂതിരിമാർ ക്ഷേത്രത്തിന് പ്രത്യേക സംരക്ഷണവും പിന്തുണയും നൽകി. അതോടെ തളി ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, മലബാറിലെ സാഹിത്യ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന കേന്ദ്രവുമായി മാറി. ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം 1500 വർഷം മുമ്പ് പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ഇത് നിർമ്മിച്ചത് സാമൂതിരി രാജാവാണ്. ഇപ്പോഴും തളി ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ട്രസ്റ്റി സാമൂതിരി രാജാവാണ്. ഇവിടെ അർദ്ധനാരീശ്വരനായിട്ടാണ് ശിവഭഗവാൻ ഇരിക്കുന്നത്. പണ്ട് പരശുരാമൻ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയെന്നാണ് ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത്. പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉമാമഹേശ്വരനായിട്ടാണ് പരശുരാമനെ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തോട് വരം ചോദിച്ചപ്പോൾ കോഴിക്കോടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഇവിടെ തന്നെ നിലകൊള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു പരശുരാമൻ. അങ്ങനെയാണ് തളി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുന്നത്. അതിൻ്റെ ട്രസ്റ്റി ഇപ്പോഴും സാമൂതിരി രാജാവാണ്. പിന്നെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 ഉത്സവമാണ്. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ഉത്സവമേ ഉള്ളൂ. ഇവിടെ ശിവനൊരു ഉത്സവം, കൃഷ്ണനൊരു ഉത്സവം. വിഷുവിൻ്റെ തലേന്നാണ് കൊടിയേറ്റം എല്ലാ കൊല്ലവും. ഗണപതി ഹോമം നിന്ന് ചെയ്യുന്ന ഒരു ഏക ക്ഷേത്രം തളി ക്ഷേത്രം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ പിന്നെ രേവതി പട്ടത്താനം എന്ന് പറഞ്ഞ മഹാവിദ്വ സദസ്സ് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത്. ശിവനോടൊപ്പം തന്നെ കൃഷ്ണനും തുല്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തളി ക്ഷേത്രം. പഴയ വാസ്തുശില്പം തന്നെയാണ് ഇപ്പോഴും. അത് യാതൊരു മാറ്റമില്ലാതെ പഴയ തന്നെ ഇപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിച്ചു വരുന്നുണ്ട്. അത് നമുക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ അറിയാം. അവിടുത്തെ മ്യൂറൽ പെയിൻറ്റിങ്, അവിടുത്തെ കൊത്തുപണികൾ അമ്പലത്തിൽ ഒക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ് തളി മഹാക്ഷേത്രം. തടി ഉപയോഗിച്ചുള്ള അതിമനോഹരമായ കൊത്തുപണികൾ, ചെമ്പു പൊതിഞ്ഞ മേൽക്കൂര, നാളമ്പലം, ചുറ്റമ്പലം എന്നിവ ക്ഷേത്രത്തിൻ്റെ പൈതൃക മൂല്യമുയർത്തുന്നു. ക്ഷേത്രത്തിനകത്തെ ശില്പങ്ങളും ഭിത്തിചിത്രങ്ങളും കേരളത്തിൻ്റെ സമ്പന്നമായ കലാപാരമ്പര്യത്തിൻ്റെ നേർസാക്ഷികളാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ചരിത്രത്തിൻ്റെ മഹത്വവും പാരമ്പര്യത്തിൻ്റെ സമ്പന്നതയും വിശ്വാസത്തിൻ്റെ ആഴവും കാത്തുസൂക്ഷിച്ച് തളി മഹാക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നു. മലബാറിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ജീവനുള്ള സാക്ഷ്യമായി, തലമുറകളെ ബന്ധിപ്പിക്കുന്ന ആത്മീയ കേന്ദ്രമായി ഈ ക്ഷേത്രം എന്നും ഓർമ്മിക്കപ്പെടും. പാഴ്സി അഞ്ചുമൻ ബാഗും കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയും തളി മഹാക്ഷേത്രവും വെറും ആരാധനാലയങ്ങൾ മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവും പേറുന്ന ജീവിക്കുന്ന സ്മാരകങ്ങളാണ്. വ്യാപാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയായ കോഴിക്കോട് വ്യത്യസ്ത സമൂഹങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ച നഗരമായിരുന്നു.
ആ സഹവർത്തിത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും തെളിവുകളായി ഈ പൈതൃക കേന്ദ്രങ്ങൾ ഇന്നും നിലകൊള്ളുന്നു.